ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ വെൽഡിങ്ങും ബട്ട് വെൽഡിങ്ങിനും കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഈ വീഡിയോയുടെ ലക്ഷ്യങ്ങൾ: ഡ്രോയിംഗ് പ്രകാരമുള്ള MS ഷീറ്റ് തയ്യാറാക്കൽ, റൂട്ട് ഗ്യാപ്പും ടാക്ക് വെൽഡുമുള്ള ഒരു സ്ക്വയർ ബട്ട് ജോയിൻ്റായി ഷീറ്റിനെ സജ്ജമാക്കൽ, ഫ്ലാറ്റ് പൊസിഷനിൽ സ്ക്വയർ ബട്ട് ജോയിൻ്റ് വെൽഡ് ചെയ്യൽ, സർഫസ് ഡിഫക്റ്റുകൾ വൃത്തിയാക്കലും പരിശോധിക്കലും. ഇനി നമുക്ക് തുടങ്ങാം. സുരക്ഷയ്ക്കാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. പ്രക്രിയയിലുടനീളം സുരക്ഷാ കവചങ്ങളും ധരിക്കുക. റെസ്പിറേറ്റർ ധരിക്കുക, ഗ്ലോവ്സ്, സ്റ്റീൽ ടോ റബ്ബർ സോൾഡ് ബൂട്ടുകൾ, ഫയർ റെസിസ്റ്റന്റ് ക്ലോത്തിങ്, ഹെൽമറ്റും ഹുഡും. ബട്ട് ജോയിന്റ് സൃഷ്ടിക്കുന്നതിനുള്ള ആദ്യഘട്ടം കൊടുത്തിട്ടുള്ള ഡ്രോയിംഗ് അനുസരിച്ച് ഷീറ്റ് മുറിക്കുക എന്നതാണ്. ഓരോ ഷീറ്റിന്റെയും അളവുകൾ 150 x 50 x 3 ആയിരിക്കണം. അതിനനുസരിച്ച് ഷീറ്റ് മുറിക്കുക. ഷീറ്റുകൾ മുറിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രിസൈസ് ഫിറ്റ് ഉറപ്പാക്കേണ്ടതാണ്. അത് നേടുന്നതിന് വേണ്ടി നമ്മൾ ഷീറ്റുകളുടെ എഡ്ജുകളെ ഒരു ഗ്രൂവ്ഡ് സർഫസിലേക്ക് ഗ്രൈൻഡ് ആൻഡ് ഫയൽ ചെയ്യണം. ഇത് തടസ്സമില്ലാത്ത വെൽഡിങ്ങിന് അനുവദിക്കുന്ന വൃത്തിയുള്ളതും പുതിയതുമായ ഒരു സർഫസിനെ തരുന്നു. എഡ്ജുകൾ സമചതുരമാക്കിയ ശേഷം പ്ലേറ്റ് സർഫസ് ഡീബർ ചെയ്യാനും വൃത്തിയാക്കാനും മറക്കരുത്. ഇവിടെ നമ്മൾ ഒരു കാർബൺ സ്റ്റീൽ വയർ ബ്രഷും ഫയലിങ്ങും ഉപയോഗിച്ച് റഫ് എഡ്ജുകളെയും മാലിന്യങ്ങളെയും നീക്കം ചെയ്യണം. സ്മൂത്ത് സർഫസ് മികച്ച വെൽഡിങ്ങുകൾ നേടാനും ശക്തമായ ജോയിന്റ് ഉറപ്പിക്കാനും നമ്മളെ സഹായിക്കും. പ്ലേറ്റുകൾക്കിടയിൽ 1 മുതൽ 2 മില്ലിമീറ്റർ വരെ ചെറിയ വിടവോടെ പ്ലേറ്റുകൾ പരസ്പരം സമാന്തരമായി സജ്ജമാക്കണം. ഈ ഫ്ലാറ്റ് പൊസിഷൻ പിന്നീട് നമ്മുടെ വെൽഡിംഗ് പ്രക്രിയയ്ക്ക് നിർണായകമാകും. ഇപ്പോൾ നമ്മുടെ സജ്ജീകരണം പൂർത്തിയായി. ടാക്ക് വെൽഡിങ്ങിനുള്ള സമയമാണിത്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മൾ ബട്ട് ജോയിന്റുകളുടെ 2 അറ്റങ്ങളും വെൽഡ് ചെയ്യും. ഈ ടാക്ക് വെൽഡുകൾ പ്ലേറ്റുകളെ യഥാസ്ഥാനത്ത് നിലനിർത്തുന്നു. പ്രധാന വെൽഡിംഗ് പ്രക്രിയയെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ ഇത് അനുവദിക്കുന്നു. പ്രധാന വെൽഡിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ വെൽഡിംഗ് മെഷീൻ ശരിയായി സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. മെഷീന്റെ പോസിറ്റീവ് ടെർമിനലിലേക്ക് ടോർച്ച് ബന്ധിപ്പിക്കുക. ബട്ട് ജോയിന്റിനായി നമ്മൾ 0.8 മില്ലിമീറ്റർ ഡയമീറ്ററുള്ള മൈൽഡ് സ്റ്റീൽ കോപ്പർ കോട്ടഡ് ഫില്ലർ വയർ ഉപയോഗിക്കണം. വൃത്തിയുള്ളതും ശക്തവുമായ വെൽഡിങ്ങിനായി സ്ട്രിങ്ങർ ബീഡ് വെൽഡിംഗ് സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കേണ്ടത്. വെൽഡിംഗ് കറന്റ് ഡയറക്റ്റ് കറന്റ് ഇലക്ട്രോഡ് പോസിറ്റീവ്, അതായത് DCEP 90 മുതൽ 100 വരെ ആംപിയർ എന്നായി സജ്ജമാക്കുക. മിനിറ്റിന് 3 മുതൽ 4 മീറ്റർ വരെ വയർ ഫീഡ് നിരക്ക് വേണം. കൂടാതെ 18 മുതൽ 22 വോൾട്ട് വരെ ആർക്ക് വോൾട്ടേജ് നിലനിർത്തുക. മാത്രമല്ല 8 മുതൽ 10 ലിറ്റർ പെർ മിനിറ്റ് വരെ
ഗ്യാസ് ഫ്ലോ ഉണ്ടാകണം. സ്റ്റിക്ക് ഔട്ട് ദൂരം 8 മുതൽ 10 മില്ലിമീറ്റർ വരെ എന്നായിരിക്കണം. സ്ട്രിംഗ് ബീഡ് ടെക്നിക്, ഡിപ്പ്, ട്രാൻസ്ഫർ മോഡ് എന്നിവ ഉപയോഗിച്ച് ഒരു ബട്ട് ജോയിന്റ് വെൽഡ് ചെയ്യുക. നിങ്ങൾ വെൽഡ് ചെയ്യുമ്പോൾ പ്ലേറ്റുകളിലേക്ക് കംപ്ലീറ്റ് പെനിട്രേഷനും ഫ്യൂഷനും ഉറപ്പാക്കാൻ ഒരു കീ ഹോൾ രൂപപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. വെൽഡിംഗ് പൂർത്തിയായി കഴിഞ്ഞാൽ ഒരു വയർ ബ്രഷ് ഉപയോഗിച്ച് ബീഡ് വൃത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് നമുക്ക് ഒരു നീറ്റ് ഫിനിഷ് നൽകും. അവസാനമായി അണ്ടർകട്ട്, അസമമായ ബീഡ് രൂപീകരണം, പെനിട്രേഷൻ, ഡിസ്റ്റോഷൻ തുടങ്ങിയവ സാധ്യമായ പ്രശ്നങ്ങൾക്കായി വെൽഡിംഗ് ജോയിന്റുകളെ പരിശോധിക്കണം. മാത്രമല്ല, നമുക്ക് ഒരു നല്ല ബീഡ് പ്രൊഫൈൽ ഉണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം. കുറിപ്പ്: ടോർച്ച് നോസിൽ വെൽഡ് സ്പാറ്ററുകളാൽ അടഞ്ഞു പോകുമ്പോൾ ആന്റി സ്പാറ്റർ വെൽഡ് സ്പ്രേ ഉപയോഗിക്കുക. ഇത് ചെയ്തില്ലെങ്കിൽ വയർ ഫീഡ് ക്രമരഹിതമായി തീരുകയും അത് അൺഎസ്റ്റാബ്ലിഷ്ഡ് ആർക്ക് ഉണ്ടാക്കുകയും CO2 പ്രവാഹത്തെ ഒരേ രീതിയിൽ അല്ലാതാക്കുകയും ചെയ്യും. ഇത് വെൽഡിന്റെയും പൊറോസിറ്റിയുടെയും അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകും. ഒരു ചെറിയ റീക്യാപ്പ്: ഒരു സ്ക്വയർ ബട്ട് ജോയിന്റിനായി കട്ട്, ഗ്രൈൻഡ് ആൻഡ് ഫയൽ ഷീറ്റ്സ്. പ്രതലങ്ങളെ ഡീബർ ആൻഡ് ക്ലീൻ ചെയ്യുക. എൻഡുകളെ ടാക്ക് വെൽഡ് ചെയ്യുക. 0.8 മില്ലിമീറ്റർ വ്യാസമുള്ള ഫില്ലർ വയർ ഉപയോഗിക്കുക. സ്ട്രിംഗ് ബീഡ് ടെക്നിക് ഉപയോഗിക്കണം. 90 മുതൽ 100 വരെ ആംപിയർ DCEP കറന്റ് ഉപയോഗിക്കണം. 3 മുതൽ 4 മീറ്റർ പെർ മിനിറ്റ് വയർ ഫീഡ് നിരക്ക് ഉണ്ടായിരിക്കണം. 18 മുതൽ 22 വോൾട്ട് വരെ സജ്ജമാക്കുക. 8 മുതൽ 10 ലിറ്റർ പെർ മിനിറ്റ് വാതക പ്രവാഹം വേണം. 8 മുതൽ 10 മില്ലിമീറ്റർ വരെ സ്റ്റിക്ക് ഔട്ട് വേണം. ഫ്യൂഷനിനായി കീ ഹോൾ ഉപയോഗിച്ച് വെൽഡ് ചെയ്യുക. ബീഡ് വൃത്തിയാക്കി ന്യൂനതകൾ പരിശോധിക്കുക. ഒരു ശക്തമായ ബട്ട് ജോയിന്റ് ഒന്നൊന്നായി ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയത്. രസകരമായ പുതിയൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്നത് വരെ നന്ദി, നമസ്കാരം.